കാണുന്നവരെല്ലാം ചോദിക്കുന്നു വാസ്കോക്ക് എന്ത് പറ്റി, എന്റെ മരുമകൻ എന്ത് പറ്റി. നാണക്കേട്. എന്താ ഇയാള് രാപകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് തന്റെ പങ്കുകാരൻ അവിടെ കൊണ്ടുപോയി മുടിക്കുകയല്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ നാളെ ഒരു ബാംഗ്ലൂർ ഡ്രാഫ്റ്റ് കേസും. എന്തിനാ ഇങ്ങനെ ഒരു പാർട്ണർ? നിനക്ക് മദ്രാസിൽ ബിസിനസ്സിൽ സഹായിക്കാൻ ഒരാൾ വേണമെങ്കിൽ എന്റെ മോൻ സജിയില്ലേ, അവനെ ഞാൻ വിട്ടുതരാം. ചാക്കോയെ നമുക്കിനി വേണ്ട, പറഞ്ഞു വിടാന്നറിയേ. എന്റെ ബിസിനസ് കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, അത് നോക്കാൻ എനിക്കറിയാം. അതല്ല, കാശ് വല്ലതും ചോദിക്കാനാണ് അച്ഛനും മോനും കൂടെ വന്നതെങ്കിൽ ഇനിയും തരാൻ എന്റെ ഇല്ല. എന്താടി നോക്കിയിരിക്കുന്നേ? പോപ്പുറത്തെ അച്ഛനിപ്പോ തൃപ്തിയായില്ലേ? ഓ, നിങ്ങൾ വലിയ പണക്കാരൻ. ഈ വീട്ടിലെ വേലക്കാരിയുടെ മുന്നിൽ വെച്ച് എന്റെ അച്ഛനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത് അല്പന അർത്ഥം കിട്ടിയ പോലെ. നിങ്ങൾ വലിയ തറവാട്ടുകാരുടെ യോഗ്യത എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. പറഞ്ഞല്ലോ. ഇല്ല, പ്രസിഡന്റ് ഇലക്ഷനും കാറ് വാങ്ങാനും കടം വിട്ടാനും നിന്റെ അച്ഛൻ വാങ്ങിച്ചതിന്റെ കണക്ക് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിന്റെ നാട്യം വേറെയാണ്. പഠിപ്പും പദവിയില്ലാത്ത ഒരു ചാരായ കച്ചവടക്കാരനെ കല്യാണം കഴിച്ചതിന്റെ സങ്കടമാണ് നിനക്ക്. ആ പുച്ഛത്തോടെ അല്ലാതെ എന്തെങ്കിലും നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ? അത്രേ പറ്റൂ, കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. എന്താ സ്വാമി? സുപ്രീം കോടതിയിലെ നമ്മുടെ അപ്പീൽ സ്വീകരിച്ചു. പക്ഷേ കിസ്ത ബാക്കിയിലെ 50% ഉടനെ കെട്ടിവെക്കാനാണ് ഓർഡർ. ഓഹോ. എല്ലാം ചേർത്ത് 32 ലക്ഷം രൂപ പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ സർക്കാർ എന്ന് നമ്മുടെ സ്വത്തുക്കൾക്ക് ജപ്തി കൊണ്ടുവരും. അതിനുള്ള രൂപ ഇവിടെ കാണില്ലേ? ഇല്ല, ഉള്ള മുഴുവൻ മദ്രാസിക്ക് കൊണ്ടുപോയില്ലേ. ഇവിടെ നല്ല ടൈറ്റാ. അപ്പൊ കിസ്തയുടെ കാര്യം അവന്മാരോട് പോവാൻ പറ. മദിരാശിലേക്ക് ഇനിയും വലിയൊരു തുക വേണം. ഞാൻ അതിനായിട്ട് ഇറങ്ങിയതാ. നമ്മുടെ നാട്ടിലെ അബ്കാരി ബിസിനസ്സിൽ ഒട്ടുമുക്കാലും ആൾക്കാർ കിസ്തടയ്ക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ ധൂർത്തടിച്ച് തീർക്കുന്നവരാ. ഒടുവിൽ കോടതിയായി, റിട്ടായി, അപ്പീലായി. അന്നൊക്കെ അവരെ സഹായിക്കാൻ മനസ്സലിവുള്ളൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഇന്ന് ആ പേരും പറഞ്ഞ് വകുപ്പ് മന്ത്രിയെ കാണാൻ ചെന്നാല് അവർ ചൂലെടുത്ത് അടിക്കത്തേ ഉള്ളൂ. അത് കൊള്ളാൻ ഞാൻ പോവില്ല. കിസ്തയുടെ കാര്യമല്ല പ്രശ്നം. ഇല്ല, അന്യ നാട്ടിപ്പോ ഇവർ ഏർപ്പാട് ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പൊ എനിക്കില്ല. ചാരായ കച്ചവടത്തില് എന്റെ മക്കൾക്കും ഇല്ല താല്പര്യം. ഒത്തിരി പണം ഇനിയും വേണം അവിടേക്ക്. കടവായിട്ടെങ്കിലും ചേട്ടൻ സഹായിച്ചില്ലെങ്കിൽ. എടോ, ഞാൻ നിങ്ങളെ മുമ്പ് സഹായിച്ച അന്നേ പറഞ്ഞില്ലേ, ഈ തൊഴിൽ നെറുകേട് കാണിച്ചവരെ ഒതുക്കാനാ. പക്ഷേ നിങ്ങളും അവന്മാരുടെ വഴിക്കാ പോയതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ചേട്ടൻ പറയുന്നത് കള്ള ഡ്രാഫ്റ്റുമായി ലേലത്തിന് പോയില്ലയോ ഈ തൊഴിൽ നാറ്റിക്കാൻ? എന്തിനായിരുന്നു അത്? ഇഷ്ടം പോലെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മാളിക തീർത്തു, കാറിൽ നാട് മുഴുവൻ വാസ്കോ കൊടികെട്ടി പറപ്പിച്ചവരില്ലയോ നിങ്ങള്? പിന്നെ എന്തിനായി ആർത്തി? അത് ചാക്കോയുടെ ഒരു ബുദ്ധിമോശമാണ്. ആ കൂട്ടത്തിലേക്ക് എന്നെ കൂടെ ചേർക്കാമെന്ന് തനിക്ക് തോന്നി അല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയല്ല. ആ ശരി, പോട്ടെ. പണം ഉണ്ടാവുമ്പോ നമ്മുടെ മിടുക്കൊണ്ടല്ല ദൈവം തരുന്നതാണെന്ന് കരുതണം. അതുപോലെ നഷ്ടപ്പെടുമ്പോ അവൻ തിരിച്ചെടുത്താണെന്ന് കരുതിയാ മതി. എടോ, എന്റെ അപ്പൻ കടം കൊണ്ട് തളർന്നപ്പോഴാ ഞാൻ കുടുംബകാര്യം ഏറ്റെടുത്തത്. പക്ഷേ അങ്ങേര് മരിക്കുന്നത് കടക്കാരനായിട്ടല്ല, പണക്കാരനായ ഈ കുഞ്ഞാപ്പന്റെ അപ്പനായിട്ടാ. എന്റെ മക്കൾക്ക് ഞാൻ പണിയിച്ച വീടായത്. താൻ ആ പുര കണ്ടോ? ഞാൻ ജനിച്ചതവിടെ. എന്തുകൊണ്ടാ ഞാനിത് പൊളിച്ചു പണിയാതെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതെന്ന് തനിക്കറിയാം. എന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് ഓർമ്മിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടും മനപ്രയാസവും വരുമ്പോ ഞാൻ അവിടെ ചെന്നിരിക്കും. ഇവിടുന്ന് ആരംഭിച്ചവന് എന്ത് നഷ്ടപ്പെടാനാണെന്ന് എനിക്ക് തോന്നും. മനസ്സിനപ്പോ ഒരു സമാധാനം കിട്ടും. വാസു, വന്ന വഴി നമ്മൾ മറക്കരുത്. വാസു, വന്ന വഴി നമ്മൾ മറക്കരുത്. ഇവിടെ അയ്യപ്പ നമ്മുടെ വാസു ഇല്ലേ പോയത്? വാസു അല്ല, വാസ്കോ മുതലാളി എന്ന് പറ.